ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ചില പ്രധാനപ്പെട്ട ട്രിക്സുകൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നതിനുള്ള ട്രിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പ്ലേ ദ നെയിം ഗെയിം എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രയോഗിക്കുക. അതൊരു 5 മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ മിനിമം ഒരു 3 തവണയെങ്കിലും അവരുടെ പേര് എടുത്ത് പ്രയോഗിച്ചിരിക്കണം. നിങ്ങളുടെ ആ ഒരു ആശയവിനിമയത്തിൽ അവരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അവരിലോട്ട് കൂടുതൽ ഫോക്കസ് പോവുകയും മാത്രമല്ല എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് കൂടുതൽ അറ്റൻഷൻ നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവുകയും ഒക്കെ ചെയ്യും. അത് കൂടുതൽ നല്ല രീതിയിൽ ലിസൺ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരുടെ പേര് വിളിക്കുന്നത് ഇഷ്ടമാണ്. ഇത് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സെയിം ഏജ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെക്കാൾ ഇളയതാണെങ്കിലും നിങ്ങൾക്ക് പേര് മാത്രമായിട്ട് തന്നെ വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് അല്ലെങ്കിൽ മിസ്സിസ് കൂട്ടിച്ചേർത്ത് വിളിക്കുക. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മിസ്റ്റർ അരുൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാവുന്നതാണ്. മിസ്റ്റർ അരുൺ, ഞാൻ നിങ്ങളോട് ഇന്നലെ സംസാരിച്ചില്ലേ ആ ഒരു കാര്യം എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംസാരം തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ മിസ് എന്നോ മിസ്സിസ് എന്നോ രീതിയിലൊക്കെ പ്രയോഗിച്ചുകൊണ്ട് മിസ്സിസ് ഗായത്രി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണോ പേര് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലേ ദ നെയിം ഗെയിം എന്നുള്ളതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഒരു 3 തവണയെങ്കിലും അവരുടെ പേര് നിങ്ങളുടെ ആശയവിനിമയത്തിൽ വന്നിരിക്കണം. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയെ പബ്ലിക്കലി നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ചുറ്റും ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ കഴിവോ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കിടയിൽ അവർ കേൾക്കുന്ന വിധത്തിൽ ഒരാൾ ആ വ്യക്തിയെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സന്തോഷമാണ്. മാത്രമല്ല ഇത്രയും ആളുകൾക്കിടയിൽ പറഞ്ഞതല്ലേ, അതിൻ്റെ ഒരു സന്തോഷം കൂടുതൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ആരാണോ കോംപ്ലിമെന്റ് ചെയ്തത് ആ വ്യക്തിയോട് ഒരു അട്രാക്ഷൻ തോന്നാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഏൺ ട്രസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് റെസ്പെക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, യു ക്യാൻ ഏൺ റെസ്പെക്ട് ത്രൂ മണി എന്ന് പറയുന്നത്. കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ വരാം. അപ്പോൾ യു ക്യാൻ ഏൺ റെസ്പെക്ട് ത്രൂ മണി അല്ലേ, അങ്ങനെയും നമുക്ക് റെസ്പെക്ട് നേടാം. പക്ഷെ പൈസ കൊടുത്താലൊന്നും കിട്ടാത്തൊരു കാര്യമാണ് എന്ത്, ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഥവാ ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളോട് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അട്രാക്ഷൻ പെട്ടെന്ന് തോന്നാനുള്ള അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റി എന്താണ്, ആരോടും നുണ പറയാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ബീയിങ് ഇൻ എ ഗുഡ് മൂഡ് എന്നുള്ളതാണ്. എപ്പോഴും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള മൂഡിലായിരിക്കുക. നിങ്ങളുടെ അടുത്ത ഒരാൾ വന്നിരുന്നാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ, ഇടപഴകി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടണം. അല്ലാതെ എങ്ങനെ നിങ്ങൾ ആടിക്കുഴഞ്ഞ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്കും മടുക്കും, നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിന് പകരം നിങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആവുക, എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പോയാൽ തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ഓൺ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്.
അത് തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയൊരുക്കും. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, എപ്പോഴും ഞാൻ ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് പറയാറുണ്ട്, അതല്ല, അഥവാ സംസാരിക്കുന്ന സമയത്ത് കണ്ണിൽ നോക്കുന്ന കാര്യമല്ല പറയുന്നത്, അത് നോക്കണം. അത് കൂടാതെ പരസ്പരം ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടി സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു, എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആർക്കാണോ നിങ്ങളോട് അട്രാക്ഷൻ തോന്നേണ്ടത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി, ആ വ്യക്തിയുടെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ചിരിക്കുക. ആ വ്യക്തിയും സ്വാഭാവികമായിട്ട് ചിരിക്കുകയായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോഫ് ചെയ്യുന്ന സമയത്ത്, ചിരിക്കുന്ന സമയത്ത് ഐ ടു ഐ കണക്ഷൻ വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഫ് ചെയ്യുന്ന സമയത്ത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക സ്പാർക്ക് തോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതുപോലെ തന്നെ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ലിസൺ ചെയ്യുക. ക്ഷമയോടുകൂടി ലിസൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ചില കാര്യങ്ങൾ ചോദിക്കുക, പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ ഈ വ്യക്തി ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലും ഒക്കെ ഉണ്ടാവും. അവർക്ക് കൂടുതൽ അറ്റൻഷൻ നൽകുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നന്നായിട്ട് ലിസൺ ചെയ്യുക. അതുപോലെ തന്നെ ആ ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചോദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഒരു ഹ്യൂമർ ഒക്കെ ഉള്ള ആളായിട്ട് മാറുക, അഥവാ ഇടയ്ക്കൊക്കെ ഒരു തമാശ പറയുക. വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന് പകരം കുറച്ചൊക്കെ ഫൺ മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, തമാശയൊക്കെ പറയുക. അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിലോട്ടുള്ള എൻട്രി ആയി എന്നാണ് പറയുക. അപ്പോൾ അത്രത്തോളം ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തമാശയിലൂടെ അവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ഇമോഷണൽ ഗിഫ്റ്റാണ്. നമ്മളൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്താണ്, അതൊരു ഗിഫ്റ്റാണ്. പക്ഷെ ഇത്തരത്തിൽ നമുക്ക് യാതൊരു ചെലവും ഇല്ലാത്തൊരു കാര്യമാണ് ഇമോഷണൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അത് അവരെ ചിരിപ്പിച്ചുകൊണ്ടാവുക, തമാശ പറയുക. അത് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ വളരെയധികം കാരണമായി തീരും. ഇനി ഇതുപോലെ തന്നെ അടുത്തത് പറയുന്നത്, ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടായിരിക്കുക, നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിയില്ലായ്മ കാണിക്കാതിരിക്കുക. എന്നിട്ട് ആ വ്യക്തിയെക്കുറിച്ച് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയാതിരിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുക. കാരണം നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ കുറ്റം എന്തിനാ അപ്പുറത്ത് പോയി പറയുന്നത്? ഇനി നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ കുറ്റം പറയാതിരിക്കുക. ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ഒരു പോയിന്റ്, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടായിരിക്കുക. എന്തെങ്കിലും സഹായം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരോട് നന്ദിയൊക്കെ പ്രകടിപ്പിക്കുക, അത് എക്സ്പ്രസ് ചെയ്യുക, താങ്ക് യു എന്ന് പറയുക. അങ്ങനെ പറയുന്ന ആളുകളെ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. കാരണം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്യുക. അതുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ 8 ട്രിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഒക്കെ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണോ? വലിയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയും ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാവണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കണം, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം, ഒരുപാട് ആളുകളുടെ റെസ്പെക്റ്റ്, പ്രീതി ഇതൊക്കെ എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു 2 days റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ട്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാമ്പിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, സ്വപ്നങ്ങൾ എന്താണോ, അതെന്ത് തന്നെയാണെങ്കിലും അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സീക്രട്ടുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ വ്യക്തമായി
വ്യക്തമായിട്ട് തീരെ അറിയാത്ത ആളുകൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക്കിൻ്റെ സെഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വസ്തുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള രഹസ്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോവുക. 2 ഡേ റെസിഡൻഷ്യൽ ക്യാമ്പാണ്. ഇതിൽ വെറും ഒരു ക്ലാസ് മാത്രമല്ല, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തിയറി മാത്രമല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാതെ 2 ദിവസം, ഒരു ദിവസം നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അടിച്ച് പൊളിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ടെക്നിക്കുകളും ടൂൾസുകളും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാമ്പ് കഴിഞ്ഞിറങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ഡ്രീം ചെയ്യുന്ന ആ ഒരു സ്വപ്നം എന്താണോ, ആ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളെല്ലാം ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുക. ജൂലൈ 1, 2 തീയതികളിലാണ് നടക്കുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്യുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമ്പിൽ വെച്ച് കാണാം. താങ്ക്